ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാൻ മാറ്റി. മുഴുവൻ പ്രതികളുടെയും ജാമ്യാപേക്ഷ ഒരുമിച്ച് പരിഗണിക്കും. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജികൾ പരിഗണിക്കുക. വാദിഭാഗത്തിന്റെ ആവശ്യപ്രകാരമാണ് നിലവിൽ കേസ് മാറ്റിയിരിക്കുന്നത്. അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അമൽ, ഈ പ്രതികളൊക്കെ ഗൺമാന്മാർ ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണെന്ന് ഇന്നലെ തന്നെ അമൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ ഇതിൽ എന്തെങ്കിലും അവരെ കണ്ടെത്താനും പോലീസിനായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പാകുന്നത് വഴി ചിലപ്പോൾ ഇതിലടക്കം ഒരു തീരുമാനം ഉണ്ടായേക്കും അല്ലേ? ശ്യാമിനി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി കോടതിയിൽ കേസ് പരിഗണിക്കാനിരിക്കെയൊക്കെ പലരും, അത് പ്രതികളായിട്ടുള്ള പലരും കോടതി വളപ്പിൽ എത്തിയതിനു ശേഷമാണ് അവർ ഒളിവിൽ പോവുകയും അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന സ്ഥിതിയും എല്ലാം ഉണ്ടായത്. ഇന്നിപ്പോൾ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ വെച്ചാണ് അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് 3 പേരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ 2 പേരുടെ ജാമ്യാപേക്ഷയുടെ അഡ്വാൻസായി പരിഗണിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുകയായിരുന്നു. വരുന്ന 5-ാം തീയതിയാണ് ഈ 2 പേരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്ന് മുൻപ് കോടതി പറഞ്ഞിരുന്നതെങ്കിലും മറ്റൊരു പ്രശ്നമുള്ളതുകൊണ്ട്, അതായത് ഈ 5-ാം തീയതിക്ക് ശേഷം ശനിയും ഞായറും എത്തുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ജാമ്യാപേക്ഷ തള്ളിയാൽ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുവാൻ അവർക്ക് സമയം ലഭിക്കാൻ കുറച്ചുകൂടി വൈകും. അപ്പോൾ ഈ അറസ്റ്റ് അതിനു മുമ്പ് ഉണ്ടായാൻ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രതികൾ അഡ്വാൻസായി 2 പ്രതികളുടെ കൂടി ഇന്ന് തന്നെ പരിഗണിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചത്. അപ്പോഴാണ് വാദിഭാഗം പറഞ്ഞത്, ഇത്തരത്തിൽ മുൻകൂട്ടി പരിഗണിക്കുകയാണ് എങ്കിൽ തന്നെ, അഡ്വാൻസായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ തന്നെ തങ്ങൾക്ക് അതിൽ ഒബ്ജക്ഷൻ ഉണ്ട്. ഈ 2 പ്രതികളുടെ പരിഗണിക്കുന്നതിൽ ആ ഒബ്ജക്ഷൻ തങ്ങൾക്ക് രേഖാമൂലം തന്നെ കോടതിയെ അറിയിക്കണം. വാദമായി മാത്രം പറഞ്ഞാൽ പോരാ, അതിന് തങ്ങൾക്ക് സമയം വേണമെന്ന് പറയുമ്പോഴാണ് ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു കേസായതിനാൽ തന്നെ അത് നാളത്തേക്ക് പരിഗണിക്കുവാൻ വേണ്ടി മാറ്റാം എന്ന് ഹണിയം വർഗീസിന്റെ ഭാഗത്തുനിന്ന് പരാമർശം ഉണ്ടാവുകയും നാളത്തേക്ക് കേസ് മാറ്റുകയും ചെയ്തത്. ഏതായാലും നിലവിൽ ഈ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. ഇവർ തമിഴ്നാട് അടക്കമുള്ള ഭാഗങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം കണക്കാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പോലീസ് സേനയുടെ ഭാഗമായി നിന്ന അങ്ങേയറ്റം പ്രബലരായിരുന്ന ഉദ്യോഗസ്ഥരാണിവർ. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായിരുന്നു. അപ്പോൾ ഇവർക്ക് പോലീസ് സേനയിൽ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. അതിനാൽ തന്നെ ആ സ്വാധീനം ഇവർ ഉപയോഗിക്കുന്നു. അങ്ങനെ തങ്ങൾ ഒളിവിൽ കഴിയുന്ന വിവരം അല്ലെങ്കിൽ അത് പരമാവധി പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ണിൽപ്പെടാതെ ഒളിവിൽ കഴിയാൻ അവർക്ക് സാധിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നൊരു അനുമാനമാണ് SITക്ക് ഉള്ളത്. പ്രത്യേകിച്ചും ഷൗക്കത്ത് അലിയെ പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ TP കേസിലടക്കം വലിയ രീതിയിലുള്ള അന്വേഷണ മികവ് പുലർത്തിയിരുന്ന ഉദ്യോഗസ്ഥനെ തന്നെയാണ് സർക്കാർ ഈ ഒരു കേസിന്റെ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. അങ്ങനെ ഇരിക്കെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു പരാമർശം ഉണ്ടായത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ, ഈ ജാമ്യം കിട്ടുന്നത് വരെയുള്ള സമയത്ത് അറസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം തടയണമെന്ന് പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ കോടതി പറഞ്ഞത് അതിന് ഹൈക്കോടതിക്ക് മാത്രമാണ് അത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുക എന്ന് പ്രതിഭാഗത്തെ അറിയിക്കുകയായിരുന്നു കോടതി. ഏതായാലും ഇപ്പോൾ ജാമ്യാപേക്ഷ നാളത്തേക്ക് പരിഗണിക്കാൻ വെച്ചിരിക്കുകയാണ്. 5 പ്രതികൾ ജാമ്യാപേക്ഷ ഒന്നിച്ചാണ് പരിഗണിക്കുക. വാദിഭാഗത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ ഒന്നിച്ച് നാളത്തേക്ക് പരിഗണിക്കുവാൻ വേണ്ടി മാറ്റിയത്.